അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ വർഷം സ്കൂൾ മദ്രസയിൽ നടന്ന 4-ാം ക്ലാസ്സിലെ അഖീദയുടെ പാദവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അദബ് പബ്ലിക്കേഷൻ വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ കളക്ഷൻ പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. ആവശ്യക്കാർ അറിയിക്കുക. അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷം അത് വിതരണം ചെയ്യുന്നതാണ്. 1. യോജിച്ചവ ചേർക്കാം. ഹയ്യുൻ, അതിൻ്റെ അർത്ഥം അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്നവൻ. 2. മുതകല്ലിമുൻ, സംസാരിക്കുന്നവൻ. 3. മുരീദുൻ, ഉദ്ദേശിക്കുന്നവൻ. 4. ഖാദിറുൻ, കഴിവുള്ളവൻ. 5. ആലിമുൻ, അറിയുന്നവൻ. 2. പൂർത്തിയാക്കാം. അല്ലാഹു എന്നെന്നും ഉള്ളവനാണ്. അല്ലാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹൻ. അല്ലാഹുവിന് തുടക്കവും അവസാനവും ഇല്ല. അല്ലാഹുവിന് തുല്യമായ ഒരു വസ്തുവും ഇല്ല. അല്ലാഹുവിന് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല. അതാണ് എഴുതി കൊടുക്കേണ്ടത്. അടുത്തത് എണ്ണം എഴുതാം. അല്ലാഹുവിന് വാജിബായ സിഫത്തുകൾ എത്രയാണ്? 20. അല്ലാഹുവിന് ജായിസായ സിഫത്ത് 1. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരം എഴുതാം. 1. മുസ്തഹീൽ എന്നാൽ എന്താണ്? അല്ലാഹുവിന് വാജിബായ സിഫത്തിന് എതിരായ കാര്യങ്ങൾ അല്ലാഹുവിൽ നിന്നൊരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഇതിന് മുസ്തഹീലായ സിഫത്ത് എന്ന് പറയും. വാജിബായ സിഫത്തിന് എതിരായ കാര്യങ്ങൾ അല്ലാഹുവിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതിനാണ് മുസ്തഹീൽ എന്ന് പറയുന്നത്. ജായിസായ സിഫത്ത് എന്ന് പറയുന്നു ഏതിന്? ഉണ്ടാകാവുന്ന ഏത് കാര്യവും അല്ലാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം. ഇതിനാണ് ജായിസായ സിഫത്ത് എന്ന് പറയുന്നത്. 3. നമ്മുടെ കേൾവിയും അല്ലാഹുവിൻ്റെ കേൾവിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മുടെ കേൾവി അപൂർണവും അല്ലാഹു നൽകിയതുമാണ്. അല്ലാഹുവിൻ്റേത് സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ്. അതാണ് വ്യത്യാസം. അപ്പോൾ നമ്മുടെ കേൾവി അപൂർണവും പൂർണ്ണതയില്ലാത്തതാണ്. അതുപോലെ തന്നെ അല്ലാഹു നൽകിയതുമാണ്. അല്ലാഹുവിൻ്റേത് സമ്പൂർണമാണ്, അതുപോലെ തന്നെ സ്വന്തമായി ഉള്ളതുമാണ്. 5. താഴെ പറയുന്നവയുടെ അർത്ഥം എഴുതാം. 1. ബസ്വർ, കാഴ്ച. 2. ഇറാദത്ത്, ഉദ്ദേശിക്കൽ. 3. കലാം, സംസാരം. 4. ഇൽം, അറിവ്. 6-ാമത്തെ ക്വസ്റ്റ്യൻ പൂരിപ്പിക്കാം. ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി, അതാണ് പൂരിപ്പിക്കാനുള്ളത്. അല്ലാഹു നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ഉന്നത വിജയം പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.